കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കി മാറ്റണമെന്ന സമസ്തയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും. മലബാർ സംസ്ഥാനം വേണമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് പറഞ്ഞിരിക്കുന്നത്. വിഘടനവാദം പ്രതിഷേധാർഹമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. മലയാളികൾ ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും പോകുന്ന ഭൂമി വെട്ടിമുറിക്കണമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. നാടിനെയും ജനത്തെയും പരസ്പരം പിളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയായി മാറിയിരിക്കുകയാണിത്. മലയാളികൾ ഒന്നടങ്കം പതിറ്റാണ്ടുകൾ ഒറ്റക്കെട്ടായി പോരാടിയതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന നമ്മുടെ കേരളം. കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ്. വർഗീയ വിദ്വേഷം തുപ്പുന്ന മോദി ഭരണത്തെ ഒറ്റക്കെട്ടായി എതിർക്കുന്ന നമ്മുടെ കേരളത്തെ പിളർത്തുന്ന തരത്തിലുള്ള ഈ പ്രസംഗം ഒട്ടും നന്നല്ല. ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ ചൊൽപ്പടിയിൽ നിർത്തേണ്ടത് സമസ്തയുടെ ഉത്തരവാദിത്തമാണ്. ഒരു മൈക്ക് കിട്ടിയാൽ എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യമാണോ? അതോ ഇതൊരു വിവാദമാക്കി തീർത്ത് നാടിനെ മുടിപ്പിക്കുമോ? എന്തായാലും ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമയോടെ നിൽക്കുന്ന ഈ കേരളത്തിൽ ഇത്തരമൊരു പ്രസ്താവന വെറുതെയാണ്. ഇടത് സർക്കാരും ജനങ്ങളും ഇതിന് കൂട്ടുനിൽക്കില്ല. ന്യൂനപക്ഷങ്ങളൊക്കെ വിഘടനവാദികളാണെന്ന് നിരന്തരം വാദിക്കുന്ന BJPയുടെ പ്രസ്താവനകൾക്ക് മൂർച്ച കൂട്ടിക്കൊടുക്കുകയാണ് സമസ്ത. BJP ഓരോ ചുവടിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ സത്യമാക്കാനുള്ള ശ്രമത്തിലാണോ സമസ്ത നേതാക്കൾ? എന്തായാലും പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. ഇത്തരമൊരു നിലപാടിനോട് ആരും യോജിക്കുകയില്ല. സമസ്ത നേതാവിൻ്റെ ഈ പ്രസ്താവനയോട് മുസ്ലിം ലീഗും UDF നേതൃത്വവും തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് EN മോഹൻദാസ് പറയുന്നത്. ഇതിൽ മൗനം പാലിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും ഇവരുടെ നിലപാടുകളാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെക്കും മുൻപ് ഇതിനുള്ള തീരുമാനം എടുക്കേണ്ടത് സമസ്തയാണ്. BJP ഈ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ചെറുതീയെ അണക്കേണ്ടതുണ്ട്.